നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ദുബായ് കിരീടാവകാശി ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിൽ. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സന്ദർശനം പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചു. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിൽ തകർന്നടിഞ്ഞ് വിപണി. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ വിപണികൾക്ക് കനത്ത ആഘാതം. കുത്തനെ ഇടിഞ്ഞ് അമേരിക്കൻ സൂചിക. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ ഉയർത്തി ചൈന. ചില സംഗതികൾ ശരിയാക്കാൻ ചില സമയത്ത് മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. പാചകവാതക വില വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറിന് 50 രൂപ കൂട്ടി. ഉജ്വൽ യോജന പദ്ധതിയിലുള്ളവർക്കും ബാധകം. ഡീസലിന്റെയും എക്സൈസ് തീരുവ വർദ്ധിച്ചു. ചില്ലറ വിൽപ്പനയെ ബാധിക്കില്ലെന്ന് കേന്ദ്രം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു. സർക്കാരിന് ആശ്വാസം. മുനമ്പം കമ്മീഷന് തൽക്കാലം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. നിയമനം അസാധുവാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തു. പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ഭൂമി തർക്കത്തിൽ മുനമ്പം നിവാസികളെയും കക്ഷി ചേരാൻ അനുവദിച്ച് വഖഫ് ട്രൈബ്യൂണൽ. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് ലീഗ് അടക്കമുള്ള കക്ഷികൾ. ഓണറേറിയം വർദ്ധിപ്പിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് ആശാ വർക്കർമാർ. തൊഴിൽ മന്ത്രിയെ കണ്ട് ആവശ്യങ്ങൾ അറിയിച്ച് നിവേദനം നൽകി. വി ശിവൻകുട്ടിയുമായി സമരക്കാർ ചർച്ച നടത്തി. ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി അറിയിച്ചതായി ആശമാർ. ആദ്യം ഗൾഫ് വാർത്തയിലേക്കാണ്. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിന് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ദുബായ് കിരീടാവകാശിയുടെ സന്ദർശനം. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഇന്ത്യയിലെത്തിയത്. UAE മന്ത്രിമാർ അടക്കമുള്ള ഉന്നതതല സംഘവും ബിസിനസ് മേഖലയിൽ നിന്നുള്ള പ്രമുഖരും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഒരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കുന്ന ഷെയ്ഖ് ഹംദാൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയിൽ നിന്നും UAEയിൽ നിന്നുമുള്ള ബിസിനസ് പ്രമുഖർ പങ്കെടുക്കുന്ന മുംബൈയിൽ നടക്കുന്ന ബിസിനസ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും അദ്ദേഹം പങ്കെടുക്കും. 40 ലക്ഷത്തിലേറെ ഇന്ത്യൻ പ്രവാസികൾ UAEയിൽ താമസിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ നിലവിൽ വന്നതിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് ഹംദാന്റെ ഇന്ത്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സൗഹൃദ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദുബായ് കിരീടാവകാശി എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. അമൃത ന്യൂസ്, ദുബായ്. സൗദി, ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങളുമായി കുവൈത്തിനെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖല പദ്ധതിയുടെ ആദ്യഘട്ട കരാറിൽ ഒപ്പുവെച്ച് കുവൈറ്റ്. തുർക്കി കൺസൾട്ടൻസി സ്ഥാപനമായ പ്രോയാപ്പിയുമായാണ് ആദ്യഘട്ട കരാറിൽ കുവൈറ്റ് ഒപ്പുവെച്ചത്. 2177 കിലോമീറ്റർ ദൈർഘ്യത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കുവൈറ്റിലെ അൽ ഷദാദിയ മുതൽ നുവൈസീബ് വരെയുള്ള 111 കിലോമീറ്റർ പാതയുടെ പഠനം, വിശദമായ രൂപകൽപ്പന, ടെൻഡർ തയ്യാറാക്കൽ എന്നിവയാണ് കരാറിൽ ഉൾപ്പെടുന്നത്. ഗൾഫ് നാടുകൾ തമ്മിൽ യാത്രാ സൗകര്യങ്ങളും ചരക്ക് ഗതാഗതവും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതോടെ ഗൾഫ് റെയിൽ ശൃംഖലയിലെ ഒരു പ്രധാന കേന്ദ്രമായി കുവൈറ്റിനെ പരിവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി അൽ മിഷ വ്യക്തമാക്കി. കുവൈറ്റിലെ ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ജിലീബ് പ്രദേശത്തെ പരിസ്ഥിതി മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മുനിസിപ്പൽ കാര്യ സഹമന്ത്രി അബ്ദുൽ ലത്തീഫ് അൽ മിഷാരി പര്യടനം നടത്തി. ഫർവാനിയ ഗവർണർ ഷെയ്ഖ് അത്ബി അൽ നാസർ, കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ മനൽ അൽ അസ്ഫോർ, പൊതുമരാമത്ത് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിയെ അനുഗമിച്ചിരുന്നു. നഗരസഭാ പരിസ്ഥിതി കാര്യസമിതി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ശുപാർശകൾ ഉന്നയിച്ചിരുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സൗദിയിലെയും ജിദ്ദയിലെയും
അബഹയിലുമായി അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച അക്ബർ സംഗീത നിശ രാജ്യത്തെ കലാ ആസ്വാദകർ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. 2ാം തവണയാണ് ഇത്തരമൊരു മ്യൂസിക് നൈറ്റ് അക്ബർ ഗ്രൂപ്പ് സൗദിയിൽ സംഘടിപ്പിക്കുന്നത്. ട്രാവൽ ബിസിനസ്സിൽ സ്തുത്യർഹമായ സേവനത്തിന്റെ ചരിത്രം സൃഷ്ടിക്കുന്ന അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ അക്ബർ മ്യൂസിക് നൈറ്റിന് ആതിഥേയത്വം വഹിച്ചത്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിലും അക്ബർ ഗ്രൂപ്പ് ഇത്തരത്തിൽ സൗജന്യമായി ഗാനസന്ധ്യ ഒരുക്കുന്നുണ്ട്. പ്രസിദ്ധ ഗായകരായ ഖാദർ ഷൈഡപ്പാൾ, ജിത്തു, റമീസ്, റയാന, ഫാരിഷ, സഹജ തുടങ്ങിയവർ പഴമയും പുതുമയും സമന്വയിപ്പിച്ച് പാടിയപ്പോൾ സദസ്സർ ശാരവത്തോടെ ഏറ്റെടുത്തു. ഗായിക അസ്മ തിരൂരിന്റെ അകാല ചരമത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് സംഗീതമേള ആരംഭിച്ചത്. ട്രാവൽ ആൻഡ് ടൂറിസത്തിന് പുറമെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അക്ബർ ഗ്രൂപ്പിന് സൗദിയിലെ ജനങ്ങൾ നൽകി വരുന്ന പിന്തുണക്ക് അക്ബർ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KV അബ്ദുൽ നാസർ നന്ദി അറിയിച്ചു. CEO ആഷിയ നാസർ ഗ്രൂപ്പിന്റെ വിവിധ പദ്ധതികൾ വിശദീകരിച്ചു. അക്ബർ ട്രാവൽസ് ജനറൽ മാനേജർ അസ്ഹർ ഖുറൈസി, ജിദ്ദ മാനേജർ മുഹമ്മദ് സയ്യിദ്, ഓൺലൈൻ മാനേജർ അഹമ്മദ് കാസിം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സുൽഫിഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിൽ ക്യാമ്പിംഗ് സീസൺ അവസാനിച്ചിട്ടും തമ്പുകൾ നീക്കാത്തവർക്കെതിരെ മുനിസിപ്പാലിറ്റി നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ വടക്കൻ മേഖലയിലെ 37 തമ്പുകൾ നീക്കം ചെയ്തു. നേരത്തെ നിയമലംഘനം നടത്തിയ 130 ക്യാമ്പ് സൈറ്റുകൾക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇവയുടെ ഉടമകളോട് നിയമങ്ങൾ പാലിക്കാനും തമ്പുകൾ ഉടൻ പൊളിച്ചു നീക്കാനും നിർദ്ദേശിച്ചു. രാജ്യത്ത് നവംബർ 15-ന് ആരംഭിച്ച ക്യാമ്പ് മാർച്ച് 15-ന് അവസാനിച്ചിരുന്നു. തുടർന്ന് തമ്പുകൾ ഉടൻ നീക്കം ചെയ്യാൻ ഉടമകളോട് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടിരുന്നു. താമസ കാലയളവ് അവസാനിച്ചതിന് ശേഷം ഉംറ വിസയിലുള്ളവർ സൗദി അറേബ്യയിൽ താമസിച്ചാൽ ഉംറ കമ്പനികൾ 1 ലക്ഷം റിയാൽ പിഴയടക്കേണ്ടി വരുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഉംറ തീർത്ഥാടകർ താമസ കാലയളവ് ലംഘിച്ചാൽ തീർത്ഥാടകരുടെ എണ്ണത്തിനനുസരിച്ച് ഉംറ കമ്പനികൾ പിഴയടക്കേണ്ടി വരും. ഉംറ വിസയുടെ കാലാവധി വിസ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. സാധാരണ ഉംറ വിസയ്ക്ക് വന്നാൽ 3 മാസമാണ് കാലാവധി. എന്നാൽ ഹജ്ജ് പ്രമാണിച്ച് ദുൽഖായിദ 1-ന് തന്നെ ഉംറ തീർത്ഥാടകർ രാജ്യത്ത് നിന്നും മടങ്ങേണ്ടി വരും. കുവൈറ്റിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുന്നതിന് അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങൾ ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം ഡയറക്ടർ കേണൽ ഫഗദ് അൽ ഈസ ആണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ അത്യാധുനിക വാഹനങ്ങൾ ഉപയോഗിച്ച് ടെസ്റ്റുകൾ നടത്തുന്നത് ആരംഭിച്ചതായും സൂപ്പർ സർവീസ് എന്ന കമ്പനിക്കാണ് ഇതിനായി കരാർ ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാഹനത്തിനകത്തോ ഗ്രൗണ്ടിലോ ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യമില്ലാതെ തന്നെ വാഹനത്തിന്റെയും വാഹനം ഓടിക്കുന്ന ആളുടെയും എല്ലാ ചലനങ്ങളും ഉദ്യോഗസ്ഥന് ഹാളിൽ ഇരുന്നു കൊണ്ട് തന്നെ നിരീക്ഷിക്കാൻ കഴിയുന്നതാണ് പുതിയ സംവിധാനം. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. മുനമ്പം വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന് ഹൈക്കോടതി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവിട്ടത്. കമ്മീഷന്റെ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കുമെന്നും എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കി മെയ് അവസാനത്തോടെ റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത്. കമ്മീഷൻ റിപ്പോർട്ടിൽ കോടതി അനുമതി കൂടാതെ തുടർ നടപടി പാടില്ലെന്നും ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ കമ്മീഷന്റെ പ്രവർത്തനം ഉടൻ പുനരാരംഭിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. മുനമ്പം നിവാസികളെ സംരക്ഷിക്കുകയാണ് സർക്കാരിൻ്റെ ഉദ്ദേശമെന്നും കമ്മീഷന്റെ പ്രവർത്തനത്തിന് ഇനി തടസ്സമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെൻറ് അവിടുത്തെ സ്ഥിരതാമസക്കാർക്ക് എന്താണ് പരിഹാരമാർഗം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നുള്ളത് കമ്മീഷൻ അന്വേഷിച്ച് സർക്കാരിൻ്റെ അധികാരത്തിൽപ്പെടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറയുക, അത് മാത്രമേ ചെയ്യാനൊക്കെ ഉള്ളൂ.
ഒരു ശുപാർശ ചെയ്യാനുള്ള കമ്മീഷൻ മാത്രമാണ്. മുനമ്പത്തെ താമസക്കാരെ അവിടെ നിലനിർത്താൻ സർക്കാരിന് വിചാരിച്ചാൽ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനെക്കുറിച്ച് പഠിച്ച് ഞാൻ റിപ്പോർട്ട് കൊടുക്കും. ഗവൺമെൻറ് എന്തെല്ലാം ചെയ്യണം, അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് എന്തെല്ലാം ചെയ്യണം, ഗവൺമെൻറ്റിന് അവരുടെ സംരക്ഷണമാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സഹായകരമായ വിധിയാണ് ഹൈക്കോടതിയുടേതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പൊതുതാൽപര്യം മുൻനിർത്തിയാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ക്രമസമാധാന വിഷയമെന്ന നിലയിൽ കമ്മീഷന്റെ അന്വേഷണം ആവശ്യമാണെന്നും സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ലെന്നും സർക്കാർ വാദിച്ചിരുന്നു. മുനമ്പത്തെ പ്രശ്നപരിഹാരങ്ങൾക്ക് പോംവഴികളുണ്ടെന്നും ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. വഖഫ് ബോർഡിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ മുനമ്പം നിവാസികൾക്ക് അനുമതി. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലാണ് അനുമതി നൽകിയത്. കേസിൽ തുടർവാദം നാളെ തുടങ്ങും. അതിനിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമായി നേതാക്കളും രംഗത്തെത്തി. 10 കക്ഷികളുള്ള കേസിൽ 8-9 കക്ഷികളായാണ് മുനമ്പം നിവാസികളെ ചേർത്തത്. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയായി വഖഫ് രജിസ്റ്ററിൽ ചേർത്ത നടപടിയും സബ് രജിസ്ട്രാർ ഓഫീസിൽ രേഖപ്പെടുത്തിയതും ചോദ്യം ചെയ്ത് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ അപ്പീലാണ് ട്രിബ്യൂണൽ പരിഗണിക്കുന്നത്. നേരത്തെ വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയും നൽകിയ ഹർജി ട്രിബ്യൂണൽ തള്ളിയിരുന്നു. വഖഫ് സംരക്ഷണ സമിതിക്കുള്ള തിരിച്ചടിയാണ് ട്രിബ്യൂണൽ വിധിയെന്ന് മുനമ്പം സമരസമിതി ചെയർമാൻ ജോസഫ് റോക്കി പറഞ്ഞു. പുണ്യഭൂമിയെ പോലെ ഞങ്ങൾ ആക്കിയപ്പോൾ അത് തട്ടിയെടുക്കാൻ നടത്തുന്ന വഖഫ് സംരക്ഷണ സമിതിക്കുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസം. കാരണം സത്യം ഒരിക്കലും വളച്ചൊടിക്കാൻ പറ്റില്ല. കുറേ കാലം ഞങ്ങളിട്ട് വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും പറ്റും. എങ്കിൽ പോലും സത്യം ഒരു നാൾ പുറത്തു വരും. ഭാവിയിൽ മുനമ്പം നിവാസികൾ കുടിയിറക്കപ്പെടാൻ പാടില്ലെന്നും അവർക്ക് നിയമപരമായി ഭൂമിയുടെ അവകാശം ഉറപ്പാക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. എല്ലാ വർഷവും പരിശോധിച്ചുകൊണ്ട് ഭാവിയിലും അവർക്ക് കുഴപ്പമുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ കയ്യടിക്ക് വേണ്ടി തീരുമാനമെടുത്ത് പിറ്റേ ദിവസം കുടിയിറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അവർക്ക് നിയമപരമായ അവകാശം പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടും. മുനമ്പം വിഷയം ഇത്രയും വലിച്ചു നീട്ടിയത് സംസ്ഥാന സർക്കാരാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അവിടുന്ന് ഒരാളെ പോലും ഇറക്കിവിടാൻ കോൺഗ്രസ് അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാസ്തവത്തിൽ ഈ മുനമ്പം വിഷയം ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ട് പോയത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ യഥാർത്ഥ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ, ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഇത് 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ പാടില്ല എന്ന നിലപാട് സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗും വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ലീഗ് നിലപാട് അറിയിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി മുസ്ലിം ലീഗും DMKയും മുസ്ലിം വ്യക്തി നിയമ ബോർഡും. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് നിയമമെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വഖഫ് നിയമ ഭേദഗതിയിലെ ഭരണഘടനാ വിരുദ്ധമായ വ്യവസ്ഥകൾ റദ്ദാക്കി മതരീതികൾ പിന്തുടരാനുള്ള അവകാശം ഉറപ്പാക്കണമെന്ന് കാട്ടിയാണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭേദഗതികൾ ഏകപക്ഷീയവും വിവേചനപരവുമെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ഹർജിയിൽ പറയുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. MPയും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ A. രാജയാണ് നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി DMKയ്ക്കായി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. JPCയിലും പാർലമെന്റിലെ ചർച്ചയിലും അംഗങ്ങൾ ഉന്നയിച്ച ഗുരുതരമായ എതിർപ്പുകൾ പരിഗണിക്കാതെയാണ് നിയമം പാസാക്കിയതെന്ന് DMK പറയുന്നു. നിയമത്തിനെതിരെ ജമയത്തുൽ ഉലമ ഹിന്ദ് നേരത്തെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. നിയമം പ്രാബല്യത്തിലാകുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ്, AIMന്റെ അസദുദ്ദീൻ ഒവൈസി, ആം ആദ്മി പാർട്ടി MLA അമാത്തുള്ള ഖാൻ എന്നിവരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബിൽ മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റവും വിവേചനവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് അമൃത TV. രാജ്യം ഗുരുതരമായ വെല്ലുവിളി നേരിടുമ്പോൾ കേരളത്തിലെ ഇടത് സർക്കാരിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദേശീയ CPMനുണ്ടെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. ഇതിനായി രാജ്യത്തെ CPM ഒറ്റക്കെട്ടായി അണിനിരക്കണം. നവവർഗീയ ഫാസിസം രാജ്യത്ത് ശക്തിപ്പെടുന്നുവെന്നും എമ്പുരാൻ സിനിമയ്ക്കുണ്ടായ അനുഭവം തെളിവാണെന്നും MA ബേബി പറഞ്ഞു. AKG സെന്ററിൽ നൽകിയ സ്വീകരണത്തിൽ കാണിച്ച ആവേശം വരുന്ന തെരഞ്ഞെടുപ്പുകളിലും കാണിക്കണമെന്നും MA ബേബി വ്യക്തമാക്കി. 100 കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടെ ജനറൽ സെക്രട്ടറി ആയ ശേഷം ആദ്യമായി AKG സെന്ററിൽ എത്തിയ MA ബേബിക്ക് സ്വീകരണം നൽകി. LPG സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സിലിണ്ടറിന് 50 രൂപ വർദ്ധിപ്പിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു.
പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും വില വർധനവ് ബാധകമാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം എക്സൈസ് ഡ്യൂട്ടിയും കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. വർധനവുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഗാർഹിക പാചകവാതക വില കേന്ദ്ര സർക്കാർ പുതുക്കുന്നതോടൊപ്പം ഇനി മുതൽ 2 ആഴ്ചയിലൊരിക്കൽ LPG വില പുനഃപരിശോധിക്കുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. 14.2 കിലോഗ്രാം LPG സിലിണ്ടറിന്റെ വില 803 രൂപയിൽ നിന്ന് 853 രൂപയായി വർദ്ധിപ്പിച്ചു. സാധാരണ ഉപഭോക്താക്കൾക്ക് ഈ വിലയാണ് ഇനി നൽകേണ്ടത്. ഉജ്ജ്വല പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉപയോക്താക്കൾക്ക് സിലിണ്ടറിന് 503 രൂപയിൽ നിന്ന് 553 രൂപയായും ഉയരും. അതേസമയം രാജ്യത്ത് പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം എക്സൈസ് ഡ്യൂട്ടിയും കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയെങ്കിലും ഇന്ധനവിലയിൽ മാറ്റമുണ്ടാകില്ലെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. 2021 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലാണ് രാജ്യാന്തര എണ്ണവില. 2024 മാർച്ച് 14-നാണ് ഇതിനു മുൻപ് കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റം വരുത്തിയത്. അന്ന് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം കുറയ്ക്കുകയായിരുന്നു. വർധനവുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക് അമൃത TV. തകർന്നടിഞ്ഞ ഓഹരി വിപണി. വ്യാപാര തുടക്കത്തിൽ സെൻസെക്സ് 3000 പോയിന്റും നിഫ്റ്റി 1000 പോയിന്റും ഇടിഞ്ഞു. രൂപയുടെ മൂല്യം 30 പൈസ ഇടിഞ്ഞ് 85.74 ആയി. ഏഷ്യയിലെ മറ്റ് ഓഹരി വിപണികളും ഇടിവ് രേഖപ്പെടുത്തി. അമേരിക്കൻ വിപണികളും വൻ തകർച്ചയിലാണ്. താരിഫ് നിരക്കുകളിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ഏഷ്യൻ ഓഹരി വിപണികൾ കുത്തനെ ഇടിഞ്ഞു. സിംഗപ്പൂർ, ഓസ്ട്രേലിയ, തായ്വാൻ എന്നീ രാജ്യങ്ങളുടെ ഓഹരി വിപണികളാണ് കുത്തനെ ഇടിഞ്ഞത്. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ വിപണികളെല്ലാം വൻ തകർച്ചയിലാണ്. സെൻസെക്സ് 3000 പോയിന്റും നിഫ്റ്റി 1000 പോയിന്റും ഇടിഞ്ഞാണ് വ്യാപാരം തുടങ്ങിയത്. രൂപയുടെ മൂല്യം 30 പൈസ ഇടിഞ്ഞ് 85.74 ആയി. വ്യാപാരത്തിന്റെ തുടക്കത്തിലെ ഈ കനത്ത ഇടിവ് മൂലം നിക്ഷേപകർക്ക് 19 ലക്ഷം കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായി. വിപണികൾ കഴിഞ്ഞ 9 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ടെക്, മെറ്റൽ ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ ഇടിവുണ്ടായത്. നിഫ്റ്റി IT സൂചിക 6% ഇടിഞ്ഞു. നിഫ്റ്റി മെറ്റൽ സൂചിക 7% ഇടിഞ്ഞു. ആഗോള ഓഹരി വിപണികളിലെ ഇടിവാണ് ഇന്ത്യൻ വിപണികളെയും ബാധിച്ചത്. US-ൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും ചൈന 34% താരിഫ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആഗോള ഓഹരികൾ തകർന്നതോടെയാണ് അനിശ്ചിതത്വം വർദ്ധിച്ചത്. വിപണി സർക്യൂട്ട് ബ്രേക്കറുകളെ ബാധിച്ചതിനാൽ ജാപ്പനീസ് ഫ്യൂച്ചറുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസവും ആഗോളതലത്തിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം ട്രംപ് നിലപാട് കർശനമാക്കിയതോടെ ലോകം വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. യൂറോപ്യൻ അമേരിക്കൻ വിപണികളിൽ തകർച്ച. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക 6% ഇടിഞ്ഞു. ബ്രിട്ടീഷ് സൂചികകളിൽ ഒരു വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കൻ വിപണിയും കൂടുതൽ തകർച്ചയിലേക്ക് പതിച്ചു. US ഓഹരി സൂചികകൾ വ്യാപാരം തുടങ്ങിയത് 4% ഇടിവിലാണ്. അതേസമയം വിഷയത്തിൽ പ്രതികരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ചില സംഗതികൾ ശരിയാക്കാൻ ചില സമയത്ത് മരുന്ന് കഴിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. വിപണികളുടെ തകർച്ച താൻ കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്യുകയായിരുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ കടുത്ത വിമർശനവും ട്രംപ് ഉന്നയിച്ചു. വിവിധ രാജ്യങ്ങൾക്കുമേൽ അമേരിക്ക പകരച്ചുങ്കം ചുമത്തിയതും ചൈന തിരിച്ച് US-ന് മേൽ തീരുവ ചുമത്തിയതും ആഗോള ഓഹരി വിപണികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് ആശാപ്രവർത്തകർ. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് മന്ത്രി വ്യക്തമാക്കിയതായാണ് ആശാപ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്നത്. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. അതേസമയം കമ്മീഷനെ നിയമിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. സമരസമിതി നേതാക്കൾ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലെത്തി നിവേദനം സമർപ്പിച്ചു. സംസ്ഥാനത്തെ പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികളുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനു വേണ്ടി മുൻകൈയെടുക്കണമെന്നാണ് നിവേദനത്തിന്റെ ഉള്ളടക്കം. അനുഭാവപൂർവമായ നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. പ്രശ്നങ്ങൾ കേട്ടതിനുശേഷം കമ്മീഷനെ വെച്ച് അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് പരിഗണിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടെന്നും പ്രവർത്തകർ പറഞ്ഞു. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി 3 മാസം എന്നത് മാറ്റി 1 മാസമാക്കാൻ ശ്രമിക്കാമെന്ന് മന്ത്രി പറഞ്ഞതായും അവർ വ്യക്തമാക്കി. ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കാം എന്നാണ്. അതിനുശേഷം ഞങ്ങളോട് നിങ്ങളും ആലോചിക്കൂ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്ന് നടന്നിട്ടുള്ള കാര്യം. ഞങ്ങൾ ഓണറേറിയം വർധനവ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. 3 മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വേണമെങ്കിൽ സംസാരിച്ചത് 1 മാസം, 1 മാസത്തിനുള്ളിൽ ഒരു
ഇത് നടത്തി അനൗൺസ് ചെയ്യാവോ എന്നുള്ളത് ധനകാര്യ മന്ത്രിയോടും ആരോഗ്യവകുപ്പ് മന്ത്രിയോടും സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചയിൽ വലിയ പ്രതീക്ഷയാണ് ആശാപ്രവർത്തകർക്കുള്ളത്. എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നതും കമ്മീഷനെ നിയമിച്ച് പഠന റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം 1 മാസമായി ചുരുക്കുമെന്നതും ഉത്തരവായി ഇറക്കാതെ സമരത്തിൽ നിന്ന് ആശാപ്രവർത്തകർ പിന്മാറില്ല. അതേസമയം ആശാ വർക്കർമാരുടെ സമരത്തിൽ യോഗത്തിലെ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി ആശാ വർക്കർമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് പഠിച്ചു പ്രതികരിക്കാൻ CPM ജനറൽ സെക്രട്ടറി MA ബേബി തയ്യാറാകണമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. INTUCയെ സർക്കാർ വിലാസം സംഘടനയാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല എന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരനും വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ സമരം 57 ദിവസം പിന്നിടുമ്പോൾ പ്രശ്നപരിഹാരത്തിന് സർക്കാരിന് സമയം നൽകാൻ സമരക്കാർ തയ്യാറാകണമെന്ന CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രസ്താവനയ്ക്കാണ് സമരത്തെക്കുറിച്ച് പഠിച്ച് പ്രതികരിക്കാൻ നേതാവ് തയ്യാറാകണമെന്നും പ്രഥമ പരിഗണന സമരത്തിന് നൽകണമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു പ്രതികരിച്ചത്. കേരളത്തിൽ നിന്നുള്ള ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രഥമ പരിഗണന എന്നുള്ള നിലയിൽ ഈ വിഷയം എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. സർക്കാർ തലത്തിൽ നിരവധി നിവേദനങ്ങളും ചർച്ചകളും ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശം വയ്ക്കാത്തതിനെ തുടർന്ന് ആശാവർക്കർമാർ തന്നെ സമരം അവസാനിപ്പിക്കാൻ പുതിയ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ സമരം പൊളിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് തീരുമാനത്തിന് വിരുദ്ധമായി തീരുമാനമെടുത്ത INTUCയെ KPCC താക്കീത് ചെയ്തിട്ടുണ്ട്. തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാവർക്കർമാർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരന് KPCCയുടെ താക്കീത്. ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സർക്കാരിന് അനുകൂല നിലപാടെടുത്തു എന്നാണ് വിമർശനം. ഗുരുതര ചട്ടലംഘനമാണ് R ചന്ദ്രശേഖർ നടത്തിയതെന്ന് KPCC വിലയിരുത്തുന്നു. ആശാവർക്കർമാരുടെ സമരത്തിൽ തുടക്കം മുതലേ INTUCയുടെ നിലപാട് വിമർശനാത്മകമായിരുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും സമരത്തെ കോൺഗ്രസ് പൂർണ്ണമായി പിന്തുണച്ചപ്പോൾ ട്രേഡ് യൂണിയനായ INTUCയുടെ നിലപാട് ചൂണ്ടിക്കാട്ടി സർക്കാർ പലവട്ടം പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ സർക്കാരുമായി നടന്ന ചർച്ചയിൽ സമരക്കാരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ കമ്മീഷനെ വെക്കണമെന്ന നിർദ്ദേശം INTUC അധ്യക്ഷൻ R ചന്ദ്രശേഖർ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയതോടെയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. ആശാപ്രവർത്തകർ R ചന്ദ്രശേഖരനെ പ്രതിക്കൂട്ടിലാക്കി പരസ്യമായി നിലപാടെടുത്തതോടെ KPCC നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടു. കോൺഗ്രസിന് വിരുദ്ധമായ INTUC നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച KPCC നേതൃത്വം R ചന്ദ്രശേഖരനെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തു. KPCC അധ്യക്ഷൻ K സുധാകരനെ നേരിട്ട് കണ്ട് വിശദീകരണം നൽകിയെങ്കിലും നേതൃത്വത്തിന്റെ അതൃപ്തി മാറിയിരുന്നില്ല. ഇതോടെയാണ് R ചന്ദ്രശേഖരന് താക്കീത് നൽകാൻ KPCC തീരുമാനിച്ചത്. ഗുരുതര അച്ചടക്ക ലംഘനമാണ് കോൺഗ്രസിന്റെ പോഷക സംഘടനയിൽ ഇരുന്നു കൊണ്ട് R ചന്ദ്രശേഖർ കാട്ടിയതെന്ന് നേതൃത്വം വിലയിരുത്തി. രേഖാമൂലമാണ് KPCC അധ്യക്ഷൻ താക്കീത് നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംരംഭകനും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൊച്ചിയിലെ ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യൽ 5 മണിക്കൂറിലധികം നീണ്ടുനിന്നു. തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു. 12:40 കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. ഗോകുലം ഗ്രൂപ്പിന്റെ ചെന്നൈ ഓഫീസിൽ നിന്ന് 1.5 കോടി രൂപ പിടിച്ചെടുത്തെന്ന വാർത്ത തെറ്റാണെന്നായിരുന്നു ഗോകുലം ഗോപാലന്റെ ആദ്യ പ്രതികരണം. 5 മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നീണ്ടു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ടെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചു. എനിക്ക് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്നോട് ചോദിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല എനിക്കുണ്ട്. അതിപ്പോൾ നടന്നു കഴിഞ്ഞു. എത്ര മാത്രമേ ഉള്ളൂ. ഫെമ ചട്ടലംഘനം നടത്തിയെന്ന ആരോപണത്തിൽ വ്യക്തത വരുത്താനാണ് ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തത്. സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും അന്വേഷണമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയാണ് ചെന്നൈയിലെ ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധന ED അവസാനിപ്പിച്ചത്. ഇതിനു പിന്നാലെയായിരുന്നു ചോദ്യം ചെയ്യൽ. 2022 കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടരന്വേഷണമെന്നാണ് ED വിശദീകരിക്കുന്നത്. വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ തുടർന്നേക്കും. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിന് കാരണം സുഹൃത്ത് സുഗാന്തിന്റെ പെട്ടെന്നുള്ള പ്രകോപനമാണെന്ന് അന്വേഷണ സംഘം. സുഗാന്തിന്റെ മലപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഫോണും ഐപാഡും പോലീസ് വിശദമായി പരിശോധിക്കും. അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം.
കായിക വാർത്തകൾ നോക്കാം. T20 ഏകദിന ഫോർമാറ്റുകളിൽ ഇംഗ്ലണ്ടിന്റെ പുതിയ ക്യാപ്റ്റനായി ഹാരി ബ്രൂക്കിനെ നിയമിച്ചു. ജോസ് ബട്ട്ലർ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും ഇംഗ്ലണ്ട് പുറത്തായതിനെ തുടർന്നാണ് ജോസ് ബട്ട്ലർ രാജിവെച്ചത്. കഴിഞ്ഞ ഒരു വർഷമായി ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വൈസ് ക്യാപ്റ്റനാണ് ബ്രൂക്ക്. അടുത്ത മാസം അവസാനം വെസ്റ്റ് ഇൻഡീസിനെതിരായ 3 ഹോം T20 മത്സരങ്ങളിലും 3 ഏകദിന മത്സരങ്ങളിലുമാണ് ഔദ്യോഗിക ക്യാപ്റ്റൻ എന്ന നിലയിൽ ബ്രൂക്കിന്റെ നേതൃത്വത്തിൽ ടീം കളിക്കുക. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.